ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിന് അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തകൻ നമ്മളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. 34-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യേകം ഈ വചനം ശ്രവിച്ച് ഈ വചനം അനുവർത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കാം. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈശോയെ, ഞങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വ്യാജം പറയാനുള്ള ധാരാളം സാഹചര്യങ്ങളുണ്ട്. തിന്മ പറയുവാൻ വേണ്ടി കാര്യങ്ങൾ ഗ്രഹിക്കാതെ പറഞ്ഞു പോകുന്ന അവസ്ഥകളുണ്ട്. ഇവയിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കൂടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ.